وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് നമുക്ക് ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടാനും ശർഈയായ ദീനിയായ ഇൽമ് പരസ്പരം ഓർമ്മിപ്പിക്കാനും പഠിക്കാനും ഉള്ള അവസരം ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആലയാണ് നമുക്കിതിന് തൗഫീഖ് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത മനുഷ്യനാവശ്യമുള്ള എല്ലാ ഇൽമും ഖുർആനിലുണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ കുല്ലുൽ ഉലൂമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ ഇൽമും ഖുർആനിലുണ്ട്, പക്ഷേ മനുഷ്യരുടെ ഫഹ്മ് അത് ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടില്ല. അഥവാ ഖുർആനെ കുറിച്ച് അധികം ആളുകളും ചിന്തിക്കുന്നില്ല. ഖുർആൻ ആഴത്തിൽ ചിന്തിച്ചാൽ, പഠിച്ചാൽ ഈമാൻ വർദ്ധിക്കും, ഇൽമു വർദ്ധിക്കും, അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും യഖീനുണ്ടാകും. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. താങ്കളിലേക്ക് ബറക്കത്തുള്ള, ധാരാളം ഖൈറുള്ള നിലക്ക് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, മനുഷ്യർ ഈ കിതാബിലെ ആയത്തുകൾ ചിന്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഖുർആനിൽ നിന്ന് ബറക്കത്തുണ്ടാകും. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഖൈറുൽ കസീർ, ധാരാളമായ ഖൈർ. അതവരുടെ ഇൽമിന്റെ കാര്യത്തിലും അമലുകളുടെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും എല്ലാം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ മറ്റെല്ലാ കലാമിനേക്കാളും, മനുഷ്യർ സംസാരിച്ചിട്ടുള്ള സംസാരത്തെക്കാളും ഖുർആന്റെ മികവ്, ഫദ്ല് ചില അസറുകൾ കാണുന്നത് പോലെ കഫദ്ലില്ലാഹി അലൽ ഖൽഖ്, അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളെക്കാൾ എത്ര മഹത്വമുണ്ടോ അതുപോലെയാണ്. അള്ളാഹുവിന് നമ്മെക്കാൾ എത്ര ഉയർന്ന സ്ഥാനമുണ്ട്, അതുപോലെയാണ് മനുഷ്യരുടെ സംസാരവും ഖുർആനും താരതമ്യം ചെയ്ത് നോക്കിയാലുള്ള വ്യത്യാസം. ഈ ഖുർആന്റെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മനുഷ്യർ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തിട്ടുള്ള 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ നമ്മെ വളരെ ലളിതമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ധാരാളം ചിന്തകന്മാരും ബുദ്ധിജീവികളും ഫിലോസഫർമാരും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അറബിയിൽ അസ്ഇലത്തുൽ വുജൂദ് അൽ കുബ്ര എന്ന് പറയും. മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ 3 പ്രശ്നങ്ങൾ, 3 ചോദ്യങ്ങൾ. എന്താണ്? മനുഷ്യൻ എന്തിന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു? അല്ലെങ്കിൽ മനുഷ്യൻ എവിടെ നിന്ന് വന്നു? എങ്ങനെ ഉണ്ടായി നമ്മൾ ഈ ഭൂമിയിൽ? ഇനി ഉണ്ടായതിനു ശേഷം നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ, ഭൂമിയിൽ നമ്മുടെ അസ്തിത്വത്തിന്റെ, നമ്മുടെ വുജൂദിന്റെ ലക്ഷ്യം എന്താണ്? 3ാമത്തെ ചോദ്യം, ഈ ഭൗതിക ജീവിതത്തിന് അവസാനമുണ്ടെന്നതിൽ തർക്കമില്ല. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കാര്യങ്ങൾ മനുഷ്യർ കാലാകാലങ്ങളായി ചിന്തിക്കുന്നുണ്ട്. അമ്പിയാക്കൾക്ക് ഇതിന്റെ ഉത്തരമുണ്ട്, മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വ്യക്തമാണ്. പക്ഷേ അല്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ധാരാളം ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്, കിതാബുകൾ എഴുതിയിട്ടുണ്ട്, കുറെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി ഈ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്ന അധികം ആളുകൾക്കും ഹിഫ്ള് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൂറത്ത്, അതിലെ വളരെ ലളിതമായ ഒരു ആയത്ത്. ഈ സൂറത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ അധികവും. സൂറത്ത് യാസീൻ അല്ലാഹു തആല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം അല്ലാഹു തആല വളരെ ലളിതമായി ഒരു വാചകത്തിൽ പറഞ്ഞു. വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. ഈ ആയത്ത് ഇത് പറയുന്നത് ഒരു ഷഹീദാണ്. നമുക്കറിയാം, സൂറത്ത് യാസീനിൽ അല്ലാഹു തആല 2 നബിമാരുടെ കഥ പറഞ്ഞു. 2 നബിമാരുടെ ഖൗമിലേക്ക് വന്ന് അവരെ ദഅവത്ത് ചെയ്തു.
അങ്ങനെ മൂന്നാമത് ഒരാൾ വന്ന് ഈ നബിമാരെ പിന്തുടരാൻ വേണ്ടി ആ കൗമിനെ പ്രോത്സാഹിപ്പിച്ചു. അവർ വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിരുന്നപ്പോൾ ഒരാൾ വന്ന് ഈ കൗമിനോട് തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരെ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആ കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ കൗമിനോട് പറഞ്ഞ വാക്കുകൾ അല്ലാഹു എടുത്തു പറയുകയാണ്. അതിൽപ്പെട്ടതാണ് വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. എനിക്കെന്ത് അവകാശമുണ്ട്, എനിക്ക് യോജിക്കുന്നതാണോ എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കുക, അവന് ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലാനുള്ളത്. എന്നെ സൃഷ്ടിക്കുകയും പിന്നീട് എനിക്കും നിങ്ങൾക്കും മടങ്ങിച്ചെല്ലാനുള്ളവനുമായ ഒരുവനെ, റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ആയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇത് പറഞ്ഞത് ഒരു ഷഹീദാണ്, സ്വർഗാവകാശിയായ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞ വാക്കിലൂടെ അല്ലാഹു തആല ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മനുഷ്യർ ചിന്തിച്ചുകൊണ്ട് തലമുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു പ്രശ്നം, അല്ലെങ്കിൽ വലിയ ഏറ്റവും അടിസ്ഥാനപരമായ 3 ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരം എല്ലാ മുസ്ലിമീങ്ങളുടെയും നാവിലുണ്ട്. വളരെ ലളിതമായ വാക്കുകൾ, ഒരൊറ്റ വാചകത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. ഇതിൽ തുടങ്ങിയത് ഈ ഭൗതിക ജീവിതത്തിലെ ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്. വമാലി ലാ അഅ്ബുദു, ഞാൻ എങ്ങനെ ഇബാദത്ത് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണിത്? കാരണം അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇത് ഒന്നാമതായി പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് ഒരു മുസ്ലിമിന്, മുഅ്മിനിന് അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ്. നമുക്കെല്ലാം ഇത് വിശ്വാസമുണ്ട്, നമുക്കെല്ലാം അറിയാം. നമ്മൾ ഇവിടെ നിന്ന് വന്നു, നമ്മെ അല്ലാഹു സൃഷ്ടിച്ചതാണ് എന്ന കാര്യം അറിയാത്ത ഒരു മുസ്ലിമില്ല. ഈ ഭൂമിയിൽ നമ്മുടെ ജോലി എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അതും അറിയാത്തവരാരുമില്ല. മരണശേഷം എന്ത് സംഭവിക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമ്മൾ അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്, ആഖിറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. വിശുദ്ധ ഖുർആൻ ഇത് നമ്മെ തെളിവ് സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിച്ച അത്തരത്തിലുള്ള ഈമാന്റെ തെളിവുകൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈമാനിൽ ഉറപ്പുണ്ടാകും, യഖീനുണ്ടാകും, വർധനവുണ്ടാകും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ധാരാളം തെളിവുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ 3 കാര്യങ്ങൾക്കും. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ 3 കാര്യങ്ങൾ. ധാരാളം വ്യത്യസ്ത രൂപത്തിലുള്ള തെളിവുകൾ ഈമാൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ ഉള്ള തെളിവുകൾ. ചുരുക്കി പറഞ്ഞാൽ 4 തെളിവുകൾ, അല്ലെങ്കിൽ 4 തരത്തിലുള്ള തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു, നമുക്കൊരു സൃഷ്ടാവുണ്ടോ എന്ന കാര്യത്തിന് ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും കാണാം. അതിലേറ്റവും ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹുജ്ജത്തുൽ മീസാഖിയ്യ. അല്ലാഹു തആല ഒരു കരാർ നമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരു കരാർ നമ്മിൽ നിന്ന് അല്ലാഹു തആല വാങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പറയുന്നു വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന്റെ സന്തതികളെ പുറത്തെടുത്തു. അഥവാ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നും അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ മനുഷ്യരെ അവിടെ ഒരുമിച്ച് കൂട്ടി. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, എന്നിട്ട് അല്ലാഹു അവരെ സാക്ഷികളാക്കി, അവരവർക്കെതിരെ സാക്ഷികളാക്കി. അഥവാ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സാക്ഷികളല്ലേ, പിന്നീട് നിഷേധിക്കരുത് എന്നവരോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു എന്താണ് പറഞ്ഞത്, എന്തിനാണ് സാക്ഷിയാക്കിയത്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, ഞാനല്ലേ സൃഷ്ടിച്ചത് എന്നത്. ഖാലൂ ബല ഷഹീദിന, അതെ ഞങ്ങളതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള, നമ്മുടെ ആത്മാവ് റൂഹ് പറഞ്ഞിട്ടുള്ള വാക്കാണ് അല്ലാഹു തആല പറയുന്നത്. അൻ തഖൂലു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ നാളെ ഇങ്ങനെ പറയരുത്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു, അള്ളാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ തെളിവ്. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അഥവാ റബ്ബാണ്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം, അല്ലെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ തെളിവ്, ഈ കാര്യം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി കരാർ വാങ്ങിയിട്ടുള്ളതാണ്. എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ പ്രതിനിധിയായിക്കൊണ്ട് ആരാണ് സംസാരിച്ചത്? നമ്മുടെ റൂഹാണ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ ആത്മാവാണ് ഇത് സംസാരിച്ചത്. എവിടെ വെച്ചായിരുന്നു സംഭവം? ഇത് ഞാൻ സ്വർഗത്തിൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. അറഫയിൽ വെച്ചാണ് സംഭവിച്ചത്. അറിയാതെ പറഞ്ഞു പോയതാണ്. അറഫയിൽ വെച്ചാണ് സംഭവിച്ചത്. അറഫ മൈതാനത്താണ് അല്ലാഹു തആല
മനുഷ്യ ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടിയത്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല, ഗൈബാണ്, അള്ളാഹുവിന് മാത്രം അറിയാം. ഒരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹസനായ സനദോട് കൂടിയുള്ള ഹദീസ്, ഇന്നല്ലാഹ തആല അഖദൽ മീസാഖ മിൻ ളഹ്രി ആദം അലൈഹിസ്സലാം. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന്റെ പുറത്തുനിന്ന് മനുഷ്യരെ പുറത്തെടുത്തുകൊണ്ട് കരാർ വാങ്ങി ബിനുഅ്മാന യൗമ അറഫ, അറഫ ദിവസം അറഫയിൽ വെച്ച്. ഫഅഖ്റജ മിൻ സുൽബിഹി കുല്ല ദുർരിയത്തിൻ ദറഅഹ, അല്ലാഹു സൃഷ്ടിക്കാനിരിക്കുന്ന ഓരോ ആത്മാവിനെയും അല്ലാഹു അന്ന് പുറത്തു കൊണ്ടുവന്നു. ഫനസറഹ ബൈന യദൈഹി, അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ അവരെ ഒരുമിച്ച് കൂട്ടി. സുമ്മ കല്ലമഹും ഖുബുല, പിന്നീട് അവരെ നേർക്കുനേരെ അല്ലാഹു അഭിസംബോധന ചെയ്തു, അവരോട് സംസാരിച്ചു. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലു ബല ഷഹിദിന, അതെ ഞങ്ങൾ സാക്ഷിയാണെന്ന് പറഞ്ഞു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ, നിങ്ങൾ നാളെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉന മിൻ ഖബ്ലു വകുന്ന ദുർരിയതൻ മിൻ ബഅദിഹിം, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ശിർക്ക് ചെയ്തു, ഞങ്ങൾ വിവരമില്ലാതെ അവരെ പിന്തുടർന്നതാണ് എന്നൊന്നും നിങ്ങൾ ന്യായം പറയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സംഭവം ഇത് അറഫയിൽ വെച്ചാണ് നടന്നത്. നോക്കൂ, നിങ്ങൾ ഹജ്ജ് എന്ന് പറയുന്നത്, ഹജ്ജിന്റെ ഓരോ പ്രവൃത്തിയും അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്, ഈമാനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അറഫയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ന്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫ ദിവസത്തെ നൃത്തമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഈമാൻ, അതിന്റെ തെളിവ്, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹജ്ജിലെ ഈ രംഗം. അതുപോലെയാണ് ഹജ്ജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കറിയാം. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നാം, ഈ പറഞ്ഞ കരാർ ഇത് നമുക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ നിങ്ങളും പറഞ്ഞിട്ടുള്ള വാക്കാണ്, പക്ഷെ നമുക്ക് ആർക്കും ഇത് ഓർമ്മയില്ലല്ലോ. നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഇതില്ല എന്നർത്ഥമാക്കുന്നില്ല. നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. നമുക്ക് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ കടന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ഗർഭപാത്രത്തിൽ കിടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ സംഭവം നമുക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ തെളിവ് അൽ ഹുജ്ജത്തുൽ മീസാഖിയ്യ, നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് നിന്ന് അല്ലാഹു ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തെളിവ്, അത് ഈ പറഞ്ഞ ഒന്നാമത്തെ തെളിവിനെ ബലപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഈ തെളിവ്, ഒന്നാമത്തെ തെളിവ്, ഈ മീസാഖ് കരാർ, അത് നമ്മുടെ ഫിത്രത്തിൽ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നു. അതാണ് അൽ ഹുജ്ജത്തുൽ ഫിത്രിയ്യ, മനുഷ്യ പ്രകൃതത്തിലുള്ള തെളിവ്. അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നതിന്റെ ഒരു തെളിവ്, അങ്ങനെയുള്ള ആ പരമമായ യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഫിത്രത്തിലുണ്ട്, നമ്മുടെ പ്രകൃതത്തിലുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതത്തിൽ. എന്താണ് പ്രകൃതം എന്ന് പറഞ്ഞാൽ? പ്രകൃതം എന്ന് പറഞ്ഞാൽ, ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവന് ബാഹ്യമായ യാതൊരു സ്വാധീനവും ഇല്ലെങ്കിൽ അവൻ എന്തായിരിക്കും വിശ്വസിക്കുക, എന്തായിരിക്കും പറയുക, എങ്ങനെയായിരിക്കും പെരുമാറുക, അതാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. ഒരാളും അവനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ആയാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും? അതാണ് ഫിത്ര എന്ന് പറയുന്നത്, ശുദ്ധമായ പ്രകൃതം. അപ്പൊ മനുഷ്യ പ്രകൃതത്തിൽ അല്ലാഹു തആല റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പ്രമാണം, അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത് ഫിത്രത്ത് അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഫിത്രത്ത്, അല്ലതി ഫതറ അന്നാസ അലൈഹ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ ഫിത്രത്ത്. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല, അഥവാ ഈ ഫിത്രത്ത് മാറ്റാൻ സാധ്യമല്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു നേരെ ചൊവ്വയുള്ള ദീൻ, ശരിയായ ദീൻ. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. നോക്കൂ നിങ്ങൾ, ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം. അതൊന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാക്ക്, അഥവാ ബാഹ്യമായ സ്വാധീനങ്ങളില്ലെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യമാണ് അവന്റെ പ്രകൃതം എന്ന കാര്യം, അതൊരു ഹദീസിൽ നിന്ന് എടുത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. അതാണ് ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും മനുഷ്യനും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതത്തിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി, പിന്നീട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കുന്നു. ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, മജൂസിയാക്കുന്നു. കമസലിൽ ബഹീമ, ഒരു കന്നുകാലിയെ പോലെ. ഹൽ തറാ ഫീഹ ജദ്ആ, അതിൽ ന്യൂനതകൾ, അഥവാ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് കാണുന്ന പരിക്കുകൾ ഉള്ള കന്നുകാലികളെ നീ കാണുന്നുണ്ടോ? അത് പിന്നീട് ഉണ്ടാകുന്നതാണ്.
അപ്പൊ മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് മുസ്ലിം ആയിക്കൊണ്ടാണ്. ഈ ഹദീസ് നോക്കൂ, ഇവിടെ ഈ ഹദീസിൽ മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കുന്നു, മജൂസിയാക്കുന്നു, നസ്രാനിയാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ മുസ്ലിമാനിഹി, അവനെ മുസ്ലിമാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് സാധാരണ ആളുകൾ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ പറയും, ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾ തീരുമാനിക്കുന്നതല്ലേ? മാതാപിതാക്കൾ തീരുമാനിക്കുന്നത് ഇസ്ലാം അല്ലാത്ത ദീനുകളാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം, ആ ശുദ്ധ പ്രകൃതത്തിൽ ഒരു മനുഷ്യനെ അയച്ചുവിട്ടാൽ അവൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും, തൗഹീദ് അവൻ കണ്ടെത്തും. ഇതാണ് ഫിത്രത്ത്. ഇതിനെക്കുറിച്ചാണ് അൽ ഹുജ്ജത്തുൽ ഫിത്രിയ എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, എല്ലാ സൃഷ്ടികളിലും തന്റെ റബ്ബിനെ കുറിച്ചുള്ള ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്അ വൽ അർദ്, 7 ആകാശങ്ങളും അതുപോലെ ഭൂമിയും, വമൻ ഫീഹിന്ന, ഈ ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും, ജീവനുള്ളതും അല്ലാത്തതുമായ സകല സൃഷ്ടികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാത്തതായി ഒരു വസ്തുവുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ്. ഈ ജീവികളും ജീവനില്ലാത്ത വസ്തുക്കളും അള്ളാഹുവിനെ പുകഴ്ത്തുന്നതും തസ്ബീഹ് ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, തീർച്ചയായും അള്ളാഹു ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനും അതുപോലെ തന്നെ അവന്റെ കോപത്തെ നടപ്പിലാക്കാതെ ഹിൽമ് കാണിക്കുന്നവനുമാകുന്നു. അപ്പൊ മനുഷ്യനും ജിന്നുകളും ഒഴികെ സകല സൃഷ്ടികളും ഈ ഫിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. ഈ ഫിത്രത്ത് അതിനെ മറ്റാരും സ്വാധീനിക്കാതെ ആ ഫിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്, മനുഷ്യരും ജിന്നുകളും ഒഴികെ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ ഫിത്രത്ത് അത് ധിക്കരിച്ചുകൊണ്ട്, ഈ ഫിത്രത്തിനെ മറികടന്നുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഹദീസിൽ സംസാരിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് മണ്ടന്മാരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഗ്ബിയ, അഗ്ബിയ എന്നുള്ള വാക്ക് ഒരൊറ്റ ഹദീസിലേ ഉള്ളൂ, ഈ ഒരു ഹദീസിൽ മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ കൊണ്ട് ഗബി, മണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹദീസ് മാത്രമാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണാം. സുയൂത്തി സഹീഹുൽ അദ്ദേഹത്തിന്റെ ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാ തസ്തഖില്ലു ശംസ് ഫയബ്ഖാ ശൈഉൻ മിൻ ഖൽഖില്ലാഹി ഇല്ലാ സബ്ബഹ അല്ലാഹു ബിഹംദിഹി. സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, ഭൂമിയിൽ, ആകാശത്തും ഭൂമിയിലുമായി ഒരു വസ്തുവുമില്ല അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാത്തതായി, അവനെ പുകഴ്ത്താത്തതായി. ഇല്ലാ മാ കാന മിനശ് ശയാത്തീൻ, ശൈത്താൻമാരൊഴികെ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട നിഷേധികൾ. വഅഗ്ബിയാഇ ബനി ആദം, ഇല്ലാ മാ കാന മിനശ് ശയാത്തീൻ വഅഗ്ബിയാഇ ബനി ആദം, മനുഷ്യരിൽപ്പെട്ട വിഡ്ഢികളും. അപ്പോൾ ഈ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ ഫിത്രത്തിനെതിരായി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ കുറിച്ച് ഇൻഹും ഇല്ലാ കൽഅൻആം ബൽഹും അദൽ എന്ന് പറഞ്ഞത്. കന്നുകാലികളെക്കാൾ മോശമാണ്. കാരണം എന്താണ്? കന്നുകാലികൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തെളിവ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഫിത്രത്തുണ്ട്. അവന്റെ ഫിത്രത്തിനറിയാം തനിക്ക് റബ്ബുണ്ട് എന്ന്. ഓരോ മനുഷ്യനും ബോധമുണ്ട്, ഉറപ്പുണ്ട് അവൻ ഒരു മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ് ഹുജ്ജത്ത്, അൽ ഹുജ്ജത്തുൽ അഖ്ലിയ്യ, അഖലിന്റെ തെളിവ്. അപ്പൊ നോക്കൂ, ഇതൊരു തർത്തീബിലാണ്, ഇതൊരു ഓർഡറിലാണ്. ഒന്നാമത്, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല ഒരു മീസാഖ് നമ്മളിൽ നിന്ന് വാങ്ങി, കരാർ വാങ്ങി. രണ്ടാമത്, ഈ മീസാഖ് അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അള്ളാഹു അതിനെ സന്നിവേശിപ്പിച്ചിട്ടാണ്, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ ജനിച്ചു വരുന്നത് ഫിത്രത്തോടു കൂടി. മൂന്നാമത്തേത്, നമുക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധി ഉറക്കുന്ന സമയത്ത്, അഖലുണ്ടാകുന്ന സമയത്ത് നമ്മുടെ അഖലിന് മുന്നിൽ അള്ളാഹു തആല അഖലിന് മനസ്സിലാകുന്ന, ബുദ്ധിക്ക് മനസ്സിലാകുന്ന തെളിവുകൾ പറഞ്ഞു തരുന്നു. നമ്മുടെ മനുഷ്യയുക്തിക്ക് മനസ്സിലാകുന്ന തെളിവ് അതെന്താണ്? മനുഷ്യയുക്തിക്ക് മനസ്സിലാകുന്ന തെളിവ് എന്താണ്? അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വുജൂദിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഭൂമി മഴ പെയ്ത് ജീവിപ്പിക്കുന്നതിനെ കുറിച്ച്, വരണ്ടുണങ്ങിയ ഭൂമി അള്ളാഹു സസ്യങ്ങൾ മുളപ്പിച്ച് ജീവൻ നൽകുന്നതിനെ കുറിച്ച്. ഇതൊക്കെ ബുദ്ധിപരമായ തെളിവുകളാണ്. ഈ തെളിവുകൾ അതൊരു മനുഷ്യന് ബുദ്ധി എത്തുന്നതോടുകൂടി അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൃഷ്ടികളെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ തന്റെ റബ്ബിനെ മനസ്സിലാക്കുക വളരെ എളുപ്പമാണ്.
തന്റെ റബ്ബിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ തന്റെ ചുറ്റും കാണുന്ന സൃഷ്ടികളെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചാൽ മതി. ഈ സൃഷ്ടികൾ വെറുതെ ഉണ്ടായതാണോ അല്ല എന്നുള്ളത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് നിഷേധിക്കുന്നത് അത് ധിക്കാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിഷേധിക്കുന്ന ആളുകൾ നോക്കൂ, അവരുടെ അടുക്കൽ ഒരു പരിഹാരമില്ല, സംശയമുണ്ടാക്കൽ മാത്രമാണ്. അല്ല, ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവൻ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്ന ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് ഉത്തരമില്ല. അഥവാ എങ്ങനെയാണ് പിന്നെ ഇത് ഉണ്ടായത് എന്നതിന് മറുപടിയില്ല. ഇങ്ങനെ സംശയമുണ്ടാക്കുക എന്നുള്ളത് എൽമല്ല, അതൊരു അറിവല്ല. ലോകത്ത് ഏതൊരു മേഖലയിലും ഏതൊരു വിജ്ഞാന ശാഖയിലും കുറെ സംശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു എൽമായിട്ട് ആരെങ്കിലും പരിഗണിക്കുമോ? ഒരാളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു, നീ ഓപ്പറേഷൻ ചെയ്ത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇതെന്തിനു ചെയ്തു, അതെന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം ഒരു എൽമല്ല, അതിന് യാതൊരു മൂല്യവുമില്ല. നേരെ മറിച്ച് നീ ഈ ചെയ്തത് ശരിയല്ല, അതിന്റെ ശരി ഇതാണ് എന്ന് പറഞ്ഞാൽ അതൊരു എൽമാണ്, അതിന് മൂല്യമുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ വുജൂദ് എന്നുള്ളത് ഈ സൃഷ്ടികളെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിനെ നിഷേധിക്കുന്ന ആരുമില്ല ഈ ലോകത്ത്. നിഷേധിക്കുന്നവർ ഇങ്ങനെയുള്ള സംശയത്തിന്റെ ആളുകൾ മാത്രമാണ്, ചോദ്യം ചോദിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇത് നിഷേധിച്ചുകൊണ്ട് അക്കലിന് തൃപ്തിപ്പെടുത്തുന്ന മറ്റൊരു ഉത്തരം പറയാൻ സാധിക്കുന്ന ആരുമില്ല. അങ്ങനെ ഒരാശയം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇതിന് പകരം ഈ സൃഷ്ടാവ് എന്നുള്ള വിശ്വാസത്തിന് പകരം ഈ സൃഷ്ടികളുടെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യയുക്തിക്ക് മനസ്സിലാകുന്ന ഒരു മറുപടി ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഹുജ്ജത്ത്, അൽ ഹുജ്ജത്തുൽ അഖലിയ. മനുഷ്യന് ബുദ്ധി ഉറക്കുമ്പോൾ, മനുഷ്യന്റെ വിവേചന ബുദ്ധി പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ അള്ളാഹു അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. നാലാമത്തേത് അൽ ഹുജ്ജത്തു റിസാലിയ. അള്ളാഹു തആല മുർസലീങ്ങളെ പറഞ്ഞയച്ചു. അങ്ങനെ മുർസലീങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് അവർ വഴി അള്ളാഹു തആല തന്റെ വുജൂദിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ നബിമാരുടെയും കയ്യിൽ അള്ളാഹു ആയത്തുകൾ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏതൊരു നബിയെ അള്ളാഹു നിയോഗിച്ചുവോ അള്ളാഹു എന്ത് ചെയ്യും? ആ പ്രവാചകന്, ആ നബിക്ക് മുഅ്ജിസത്തുകൾ, ആയത്തുകൾ കാണിച്ചു കൊടുക്കും. മാ ആമന ബിമിസ്ലിഹി അൽ ബശർ. മനുഷ്യർ വിശ്വസിക്കാൻ പാകത്തിലുള്ള ആയത്തുകൾ, അതാത് കാലത്തെ ജനങ്ങൾ അവർ വിശ്വസിക്കാൻ തക്ക ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല അമ്പിയാക്കളുടെ കയ്യിൽ കൊടുത്തയക്കും. അള്ളാഹു തആല അങ്ങനെ കൊടുക്കുന്ന ഏറ്റവും വലിയ ആയത്താണ് ഈ അമ്പിയാക്കൾ കൊണ്ടുവരുന്ന ദീൻ എന്ന് പറയുന്നത്. അമ്പിയാക്കൾ പഠിപ്പിക്കുന്ന ദീൻ അത് മനുഷ്യരെ നന്നാക്കുന്നതാണ്, മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിച്ചം വീശുന്നതാണ്. ആ ദീനില്ലാതെ ഈ ലോകത്ത് യാതൊരു നന്മയുമില്ല. അമ്പിയാക്കൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ യാതൊരു ന്യൂനതയും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ വഴി ഇത്രയും യുക്തിഭദ്രമായ, ഇത്രയും നന്മ നിറഞ്ഞ, ഇത്രയും കുറ്റമറ്റ ദീൻ കൊണ്ടുവരാൻ റബ്ബിൽ നിന്നുള്ള ദൂതന്മാർക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വുജൂദ് തെളിയിക്കുന്നു. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള തെളിവുകൾ അള്ളാഹുവിന്റെ വുജൂദിന്, അള്ളാഹു ഉണ്ട് എന്ന ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഖുർആനിലും സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനും സുന്നത്തും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചത്? എന്താണ് മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം? ഇത് മനുഷ്യരെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, മുസ്ലിം അല്ലാത്ത ആളുകളും ചിന്തിക്കുന്നുണ്ട്. യുക്തിവാദികൾ, മതനിഷേധികൾ എന്ന് പറയുന്ന ആളുകളും അവർക്ക് ബുദ്ധിയുള്ള സമയത്ത് അവർ ചിന്തിക്കും. അവരൊരു ലഹരിയിലാണ്, ഭൗതിക ജീവിതത്തിന്റെ ലഹരിയിലാണ്. പക്ഷെ ആ ലഹരി വിടുന്ന സമയത്ത് അവരും ആലോചിക്കും, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ ലക്ഷ്യം അത് മറന്ന് കുറെ കാലം ജീവിച്ച ആളുകൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കും, ആത്മഹത്യ ചെയ്യുന്നത് കാണാം. ഈ ചോദ്യം മനുഷ്യനെ അലട്ടുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അതിനുള്ള ഉത്തരവും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്താണ്? റബ്ബിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ, വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ ഈ റബ്ബിനെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്കെന്തു ന്യായം? ഇത് നോക്കൂ, മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഇബാദത്ത് ചെയ്യണം എന്ന ചിന്തയുണ്ട്, ആരാധിക്കണം എന്ന ചിന്തയുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാലും നമുക്ക് കാണാം എത്രയെത്ര കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ആളുകൾ അവരവർ വിശ്വസിക്കുന്ന മതങ്ങളുടെ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇല്ല, ശയന പ്രദക്ഷിണം നടത്തുന്ന ആളുകളുണ്ട്, നിലത്ത് കിടന്ന് ഉരുണ്ട് ആരാധനാലയങ്ങൾ വലയം വെക്കുന്ന ആളുകൾ, തവാഫ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ 10,000 കിലോമീറ്ററുകൾ ചെരുപ്പ് പോലും ഇടാതെ നടന്ന് തീർത്ഥാടനം നടത്തുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്?
കോടിക്കണക്കിന് രൂപ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനു മുന്നിൽ സമർപ്പിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നരബലി നടത്തുന്ന ആളുകളുണ്ട്, സ്വന്തം മക്കളെയൊക്കെ ബലി കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ് ഇബാദത്ത് എന്നുള്ളത്. ആരാധിക്കണം, എന്തിനെങ്കിലും ആരാധിക്കണം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലോകത്ത് ഏതൊരു മുക്കിലും മൂലയിലും ചെന്നാലും, ഏത് മനുഷ്യവാസമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യവാസം വളരെ കുറവുള്ള കാട്ടിൽ പോയാലും അവിടെ ഒരു ആരാധനാലയം കാണാം. മനുഷ്യർ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കാണാം. മനുഷ്യ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ യാതൊരു സൗകര്യങ്ങളും യാതൊരു പുരോഗതിയും ഇല്ലാത്ത നാടുകളാണെങ്കിലും ഒരു സ്കൂൾ അവിടെയില്ല, ഒരു ഹോസ്പിറ്റൽ അവിടെയില്ല, അല്ലെങ്കിൽ മറ്റ് നാഗരികതയുടെ യാതൊരു അടയാളങ്ങളും ഇല്ലെങ്കിലും ഒരു ആരാധനാലയം ഇല്ലാത്ത ഒരു നാടും കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആഫ്രിക്കയിലുള്ള ഗോത്രവർഗ്ഗക്കാരനും നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ്ഗക്കാരനും കൂടിച്ചേർന്ന് തീരുമാനമെടുത്തതാണോ നമുക്ക് ഒരു ആരാധനാലയം ഉണ്ടാക്കാമെന്ന്? ഒരിക്കലുമല്ല. അവർക്കിടയിൽ യാതൊരു ആശയവിനിമയവുമില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഫിത്രത്താണ്, അവരുടെ പ്രകൃതത്തിന്റെ ഭാഗമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് ഭക്ഷണവും വെള്ളവും, നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ, അതിനേക്കാൾ വലിയ ദുറൂറത്താണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഭക്ഷണമില്ലാതെ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടും, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മനുഷ്യൻ പ്രയാസപ്പെടും ഇബാദത്ത് ചെയ്യാതിരുന്നാൽ. ദീനില്ല എന്ന് പറയുന്ന ആളുകൾ പോലും, മതം ഇല്ല എന്ന് പറയുന്ന ആൾ, മതവിശ്വാസമില്ല എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഇങ്ങനെ ചില വസ്തുക്കളെ ഇബാദത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുണ്ടാക്കിയ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം, അവരുടെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയായ നേതാവ്, ഇങ്ങനെ ആരെയെങ്കിലും അവർ അന്ധമായി ആരാധിക്കുന്നത് നമുക്ക് കാണാം. ആരാധന എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥമാണ്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു അർത്ഥമാണ് അത്വാഅത്തുൽ മുത്ലഖ, നിരുപാധികമായ അനുസരണം. നിരുപാധികം ഒരു മനുഷ്യൻ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളത് ഒന്നോ രണ്ടോ കാര്യത്തിലല്ല, നേരെ മറിച്ച് അയാൾ പറയുന്ന എല്ലാം ഞാൻ സത്യപ്പെടുത്തും എന്ന് പറയുന്നത് ആരാധനയാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, അങ്ങനെ നടക്കുന്നത് കാണാം. അപ്പൊ മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ് ആരാധന എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഹാജത്തുകൾ, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്ന് ഹാജത്തുൻ ഗൈബിയ്യ, ഈ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇബാദത്ത് എന്നുള്ളത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. 4 ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. ഈ 4 കാര്യങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ഹാജത്തുൻ ഗൈബിയ്യ, ഒന്ന് ഗൈബിയായ ആവശ്യങ്ങളുണ്ട്. എന്തെങ്കിലും അദൃശ്യത്തിലുള്ള വിശ്വാസം, എന്തെങ്കിലും മറിഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം, അത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമാണ്. അതെത്ര ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായാലും, എത്ര ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും മനുഷ്യന് ചില മറിഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം അനിവാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, കുറെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ മനുഷ്യർ തങ്ങളുടെ അദൃശ്യ കാര്യങ്ങളിലെ വിശ്വാസമൊക്കെ കുറഞ്ഞു വരുന്നു. ഒരിക്കലുമല്ല. ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അദൃശ്യത്തിലുള്ള വിശ്വാസം കൂടി വരികയാണ് ചെയ്യുക. നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം, ഇന്ന് മുമ്പില്ലാതിരുന്ന, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇല്ലാതിരുന്ന എത്രയോ ഭൗതിക പുരോഗതി നമ്മൾ നേടിയിട്ടുണ്ട്, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് ഗൈബിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അതാത് മതങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പോൾ അദൃശ്യത്തിൽ വിശ്വസിക്കുക, ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് അത് എല്ലാ കാലത്തും മനുഷ്യനുണ്ടായിട്ടുള്ള, ഇന്നുമുള്ള മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ്, മനുഷ്യന്റെ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. അതില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുകയില്ല. ശാസ്ത്രം പഠിച്ച ആളുകൾ, പുരോഗതി നേടിയ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ അവരുടേതായ ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. അന്ധമായി അവർ വിശ്വസിക്കുന്ന ചില ആശയങ്ങൾ അവരുടെ അടുത്തും കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ഹാജത്തുൻ ഹിസ്സിയ്യ, ഒരു മനുഷ്യന് ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. ഹിസ്സിയ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ. ഈ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുക, മറഞ്ഞ ചില കാര്യങ്ങൾ വിശ്വസിക്കുക, അതുപോലെ തന്നെ മറഞ്ഞ മാർഗത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, അതൊക്കെ ഗൈബിയായ കാര്യങ്ങളിൽ പെടും. ആത്മീയമായ ആവശ്യങ്ങൾ. അതുപോലെ മനുഷ്യന് ആവശ്യമാണ് ചില ഭൗതികമായ കാര്യങ്ങളുണ്ട്. ഭക്ഷണം വേണം. അതുപോലെ തന്നെ ദീനിയായിട്ടും മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഖുശൂ, നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്നുള്ളത്. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലുള്ള ഭയം, മനസ്സിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അതിന്റെ അസറുകൾ, അതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പ്രകടമാവുക എന്നാണ് ഖുശൂവിന്റെ ഒരു അർത്ഥം. അപ്പൊ അങ്ങനെ
നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ദീനിലുമുണ്ട്. ഖുർആൻ നല്ല ശബ്ദത്തിൽ കേൾക്കുക, ഇതൊക്കെ ഹാജത്തുൻ ഹിസ്സിയ എന്നതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്തിനാണ് കഅബ നമുക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു കഅബ നിശ്ചയിച്ചു തന്നത്? എന്താണ്? അതൊരു ഭൗതിക പദാർത്ഥമാണ്, അത് മനുഷ്യന് ആവശ്യമാണ്, ചില അടയാളങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. അതിന് യാതൊരു അഭൗതികമായ കഴിവുമില്ല. കഅബയെ നമ്മൾ ആരും ആരാധിക്കുന്നില്ല, നേരെ മറിച്ച് മനുഷ്യന് കാണാൻ പറ്റുന്ന ഒരു വസ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. നമ്മുടെ ഇബാദത്തിന്റെ ഖിബ്ലയായിക്കൊണ്ട് കഅബയെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അത് മനുഷ്യന്റെ ഹാജത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹാജത്തുൻ അഖ്ലിയ, മനുഷ്യന് അവന്റെ ബുദ്ധിക്ക് ചില ആവശ്യങ്ങൾ, അവന്റെ ബുദ്ധി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ഇൽമ് പഠിക്കാൻ നമുക്ക് ബുദ്ധി തന്നത്, കഴിവ് തന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ, തദബ്ബുർ നടത്താൻ നമ്മോട് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു തആല അവന്റെ ദീനിന്റെ കൽപ്പനകളുടെ ഹിക്മത്തുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ മനുഷ്യന് ബുദ്ധിപരമായ ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ്. അതുപോലെ ഹാജത്തുൻ ആതിഫിയ, നാലാമത്തേത് മനുഷ്യന് വൈകാരികമായ ആവശ്യങ്ങളുണ്ട്. മനുഷ്യന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. വഅന്നഹു ഹുവ അൽഹക വഅബ്ക, അല്ലാഹു ആകുന്നു ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തത്. മനുഷ്യന് ചിരിക്കണം, കരയണം, ഇങ്ങനെയുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങളാണ്. ഇതെല്ലാം അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂടിയാലേ ഒരു മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതം സന്തുലിതമാവുകയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഒന്നാമത് വേണ്ടത് അവന്റെ ദറൂറത്തായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഹാജത്തുൻ ഗൈബിയ, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഇത് മനുഷ്യ പ്രകൃതത്തിന്റെ അനിവാര്യതകൾപ്പെട്ട കാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രം ഒരാൾ ശ്രദ്ധിക്കുകയും ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്താലോ അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റും, അല്ലേ? കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ, നമ്മൾ പറഞ്ഞു കഅബ നമുക്ക് കാണാൻ പാകത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം അതിൽ ഒരാൾക്ക് ഗുലുവ് സംഭവിച്ചാലോ അതാണ് വഥനീയത്ത്, വിഗ്രഹാരാധന. ഈ കാണുന്ന വസ്തുക്കളെ അതിനെ ആദരിച്ച് അത് ശിർക്കിലെത്തും. അതുപോലെ തന്നെ ഗൈബിയായ കാര്യങ്ങളിൽ ഗൈബിയാത്ത് മാത്രമേ ഉള്ളൂ. അദൃശ്യ കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിക്കുന്നു, അദൃശ്യമായിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും അത് വിശ്വസിക്കുന്നു, അതിന് തെളിവ് നോക്കുന്നില്ല. അതാണ് ഖുറാഫാത്ത് എന്ന് പറയുന്നത്, അന്ധവിശ്വാസങ്ങൾ. എന്താണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്കൊരു സോഴ്സ് വേണം, അതിന് ആധികാരികമായ തെളിവ് വേണം. അതില്ലാതെ ഒരാൾ വിശ്വാസകാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പഠിപ്പിച്ചാലും അത് വിഴുങ്ങുക എന്നുള്ളത്, അതാണ് ഖുറാഫാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഖ്ലിയായ കാര്യങ്ങൾ, ബുദ്ധി കൊണ്ട് അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞു. ദീനിന്റെ മഖാസിദുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ദീനിന്റെ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു. ആ ചിന്ത പരിധി വിട്ടാലോ, അങ്ങനെ പരിധി വിട്ടവരാണ് ഫിലോസഫർമാർ. അവർ ചിന്തിച്ച് കാട് കയറി അവസാനം അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന, പരലോകം നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അത് ശുഭഹത്തുകളാണ്, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുപോലെ സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടു നടക്കാൻ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമുള്ള നാടുകളിൽ ആത്മഹത്യ വളരെ കുറവാകാൻ കാരണം എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 4 വശങ്ങളും ഒന്നിച്ചു പോയിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം പരാജയപ്പെടും. അവന് പിന്നെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും, അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളുള്ള നാടുകൾ എത്ര ദാരിദ്ര്യം പിടിച്ച നാടുകളാണെങ്കിലും അവിടെ സമാധാനമായി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, മുസ്ലിമുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അതിന്റെ 4 തെളിവുകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത്. അതിന് സഹായമായിട്ട് മാത്രമാണ് മറ്റെല്ലാ കാര്യങ്ങളും. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹു ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തുൽ മതീൻ. അവരെനിക്ക് റിസ്ക് നൽകണമെന്ന് ഞാൻ പറയുന്നില്ല, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ. അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്നത് ഇബാദത്താണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് ശേഷം പറയാൻ കാരണം എന്താണ്? ഈ റിസ്ക് അത് ഈ ഇബാദത്തിനുള്ള ഒരു സഹായി മാത്രമാണ്, അത് നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭൗതികമായ എല്ലാ വിഭവങ്ങളും പെട്ടു. അപ്പോൾ ഇബാദത്താണ് അടിസ്ഥാന ലക്ഷ്യം, മറ്റുള്ളതെല്ലാം അതിലേക്കുള്ള മാർഗങ്ങൾ, സഹായികൾ മാത്രം. ഇനി മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ പരിണതി, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഈ ജീവിതത്തിന്റെ അവസാനമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സങ്കേതം മസീർ, ഈ ഭൗതിക ജീവിതത്തിന്റെ അവസാനത്തെ സങ്കേതം, അതിന്റെ ഒന്നാമത്തെ സ്റ്റേഷൻ, അതിന്റെ തുടക്കം, അതെല്ലാം മനുഷ്യരും ഇത്തിഫാക്കാണ്, മരണം എന്ന് പറയുന്നത്. അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല.
മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു മുസ്ലിം വിശ്വസിക്കുന്ന ആഖിറത്ത്, അവന്റെ പരലോക ജീവിതം എന്ന് പറയുന്നത് മരണത്തോടെ തുടങ്ങി. മരണത്തിന്റെ തൊട്ടു മുമ്പ് തുടങ്ങും. മലക്കുകളെ അവൻ കാണും. അവന്റെ മരണം ഉറച്ചുവെന്ന് അവൻ മനസ്സിലാക്കും. അവന്റെ റൂഹ് അത് ശരീരത്തിൽ നിന്ന് പോകുന്നത് അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ കാണും. അപ്പോൾ ഈ ഒരു രംഗം, നമ്മുടെ ആഖിറത്തിൽ ഉള്ള വിശ്വാസം എന്ന് പറയുന്ന നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഈ ആഖിറത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, മരണം. അതിലാർക്കും തർക്കമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യവുമല്ല. അങ്ങനെ ആഗ്രഹിച്ച ആളുകളുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് ചില ആളുകൾ ഒരു അന്ധവിശ്വാസം, ഒരു ഖുറാഫാത്ത് ഉണ്ടാക്കിയത്. എന്താണ്? പുനർജന്മം. അങ്ങനെ മനുഷ്യന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, രക്ഷപ്പെടുകയില്ല എന്ന് യഖീനാണ്. അപ്പോൾ കണ്ടുപിടിച്ചതാണ് അടുത്ത ജന്മത്തിൽ വേറെ ഒരു ജീവിയായി അല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യനായി ജനിക്കും എന്നുള്ള വിശ്വാസം. അത് ഈ ജീവിതം തുടരാനുള്ള മനുഷ്യന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അസാധ്യമാണ്. മരണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇതിനുള്ള തെളിവെന്താണ്? നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും അതിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അഖ്ലിയായ തെളിവുകളെ കുറിച്ച് പറഞ്ഞു. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ മരണാനന്തര ജീവിതത്തിനുള്ള ബുദ്ധിപരമായ തെളിവുകളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഉപദേശങ്ങൾ മാത്രമല്ല. വിശുദ്ധ ഖുർആനിൽ ഉപദേശങ്ങളുണ്ട്, ദീനിയായ അഹ്കാമുകളുണ്ട്, അതുപോലെ അഖ്ലിയായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതെല്ലാം ഖുർആന്റെ ഉള്ളടക്കമാണ് എന്ന് ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വഅദ് ഖുർആനിലുണ്ടാകും, ഉപദേശങ്ങൾ ഖുർആനിലുണ്ടാകും. അതുപോലെ തന്നെ ദീനിന്റെ അഹ്കാമുകൾ, ഹലാൽ മുഹറാമും ഖുർആൻ കൊണ്ട് പഠിപ്പിക്കും. അഖ്ലിയായ സംവാദങ്ങൾ, ബുദ്ധിയെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ സംസാരം ഖുർആനിലുണ്ടാകും. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക, ബിൽ ഹിക്മ, അറിവ് കൊണ്ട്, ഹിക്മത്ത് കൊണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇൽമ്, അറിവ്. വൽ മൗഇദത്തിൽ ഹസന, സദുപദേശം, വഅദ് കൊണ്ട്. വഅദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിന് പുറമെ മനുഷ്യന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ള വഅദ്, ഉപദേശം. അങ്ങനെയുള്ള സംസാരത്തിനാണ് വഅദ് എന്ന് പറയുന്നത്. ഒരു അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, അതിന് ഹിക്മത്ത് എന്നാണ് പറയുക. ഇൽമ അവന് എത്തിച്ചു കൊടുത്തു. എന്നാൽ അത് അമൽ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സംസാരം, അതാണ് വഅദ്. വൽ മൗഇദത്തുൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സംവദിക്കുകയും ചെയ്യുക. സംവാദം എന്ന് പറഞ്ഞാൽ അഖ്ൽ കൊണ്ട് അവരോട് സംസാരിക്കുക, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഇതേ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, മരണശേഷം നമ്മുടെ സങ്കേതം എന്താണ് എന്ന കാര്യം ഇതേ സൂറത്തിൽ തന്നെ അല്ലാഹു തആല വിശദീകരിച്ചു. ഈ സൂറത്തിന്റെ അവസാനം വദറബ ലനാ മസലൻ വനസിയ ഖൽഖ, മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിഷേധിയായ മനുഷ്യനെ കുറിച്ച്. വദറബ ലനാ മസലൻ, അവൻ എനിക്ക്, അഥവാ അല്ലാഹുവിന് ഒരു ഉപമ സങ്കല്പിച്ചിരിക്കുന്നു, ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവനെ നാം സൃഷ്ടിച്ചതാണ് എന്ന കാര്യം അവൻ മറന്നുപോവുകയും ചെയ്തിരിക്കുന്നു. ഖാല മൻ യുഹ്യിൽ അളാമ വഹിയ റമീം, മനുഷ്യൻ പറയുകയാണ്, മൻ യുഹ്യിൽ അളാമ, ആരാണ് അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത്, വഹിയ റമീം, അത് നുരുമ്പിക്കഴിഞ്ഞതിന് ശേഷം. ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യുഹ്യീഹ, അതിനെ ജീവൻ വെപ്പിക്കും, ജീവൻ നൽകും, അല്ലദീ അൻശഅഹ അവ്വല മറ, ഒന്നാമത് അതിനെ സൃഷ്ടിച്ചവൻ, ആദ്യ തവണ അതിനെ സൃഷ്ടിച്ചവൻ. വഹുവ ബികുല്ലി ഖൽഖിൻ അളീം, അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ആയത്തിൽ അല്ലാഹു തആല അഹ്കമർ റദ്ദ്, അല്ലാഹു ഏറ്റവും പരിപൂർണമായ രീതിയിലാണ് ഗണന നടത്തിയിട്ടുള്ളത്. അല ശുബ്ഹ, നിഷേധികളുടെ ശുബ്ഹത്തിന് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു ഖണ്ഡനം നടത്തിയിരിക്കുന്നു, ഖണ്ഡിച്ചിരിക്കുന്നു. ഖബ്ലഹ വ ബഅദഹ വ ഫി അസ്നാഇഹ, ഈ ശുബ്ഹത്ത് ഉദ്ധരിക്കുന്നതിന് മുമ്പും അത് ഉദ്ധരിച്ചതിന് ശേഷവും അത് ഉദ്ധരിക്കുന്നതിന്റെ കൂടെയും അല്ലാഹു തആല ഇതിനെ മറുപടി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? അല്ല, ഇവിടെ ഒരു നിഷേധിയായ ആളുടെ വാക്ക് മയ്യുഹ്യിൽ അളാമ വഹിയ റമീം, ആരാണ് അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത്, വഹിയ റമീം, അത് നുരുമ്പിയതിനു ശേഷം. ഇതാണ് ശുബ്ഹത്ത്, സംശയം. അതിനു മുമ്പ് തന്നെ അതിനുള്ള മറുപടി പറഞ്ഞു. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, മനുഷ്യൻ എനിക്കൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ
മനുഷ്യരോട് ഉപമിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യന് മരിച്ചുപോയ ഒരാൾക്ക് ജീവൻ നൽകാൻ സാധ്യമല്ല. അങ്ങനെ അള്ളാഹുവിനെ എന്നെ ഇതാ മനുഷ്യൻ ഉപമിച്ചിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവനൊരു സൃഷ്ടിയാണ് എന്ന കാര്യം അവൻ മറന്നിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയാണെങ്കിൽ പിന്നെ ഒരു സൃഷ്ടാവ് ഉണ്ടാകും. ആ സൃഷ്ടാവിന് രണ്ടാമത് സൃഷ്ടിക്കുക എന്നുള്ളത് നിസ്സാരമാണ് എന്ന കാര്യം അവൻ മറന്നിരിക്കുന്നു. അപ്പോ അവന്റെ ശുഭഹത്ത് പറയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശുഭഹത്തിനുള്ള മറുപടി പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ മറുപടി, അല്ലെങ്കിൽ ഒന്നാമത്തെ ഹുജ്ജത്ത് ആഖിറത്തിന്റെ കാര്യത്തിൽ, ആഖിറത്തുണ്ട് എന്നതിന്റെ കാര്യത്തിൽ. അതെന്താണ്? മനുഷ്യൻ ഒരു സൃഷ്ടിയാണെങ്കിൽ അവനൊരു സൃഷ്ടാവ് ഉണ്ടാകും. സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിന് രണ്ടാമത് സൃഷ്ടിക്കുക എന്നുള്ളത് ആദ്യം സൃഷ്ടിച്ചതിനേക്കാൾ എളുപ്പമായിരിക്കും. അല്ല, ഇതേ ഉള്ളൂ സാധ്യതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ വെറുതെ ഉണ്ടായതാണോ അതല്ല അവർ സ്വയം സൃഷ്ടിച്ചതാണോ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ കലാം എത്ര യുക്തിഭദ്രമാണ്. അള്ളാഹു ചോദിക്കുകയാണ്, നമുക്ക് സാധ്യതകൾ അള്ളാഹു നിരത്തി വെച്ചിട്ട് ചോദിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ട് എന്നതിൽ തർക്കമില്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ ഉണ്ടായത് എങ്ങനെയാണ്? ഒന്നുകിൽ ഒരു സൃഷ്ടാവില്ലാതെ നമ്മൾ ഉണ്ടായി, മറ്റാരുടെയും സ്വാധീനമില്ലാതെ നമ്മൾ ഉണ്ടായി, നമ്മൾ വെറുതെ ഉണ്ടായി. അതാരും അംഗീകരിക്കുകയില്ല, വെറുതെ ഒരു വസ്തുവും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ സാധ്യത, ഇനി വെറുതെ ഉണ്ടായതല്ലെങ്കിൽ പിന്നെ രണ്ട് സാധ്യതകളുണ്ട്. നമുക്ക് നമ്മളെ സ്വയം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരാൾ നമ്മെ ഉണ്ടാക്കാം. ഒന്ന് ആരും ഉണ്ടാക്കാതെ ഉണ്ടാവുക, അത് സാധ്യമല്ല. ഇനി ഒരുത്തൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഉണ്ടാക്കിയവൻ ആരാവാം? നമ്മൾ തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റൊരാളാവാം. നമ്മളല്ല, കാരണം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ശൂന്യതയാണ്. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പിന്നെയുള്ള മൂന്നാമത്തെ ഈ സാധ്യത മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തൻ നമ്മെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അവന് രണ്ടാമത് സൃഷ്ടിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ അഹ്കമർ റദ്ദ് അല ശുബ്ഹതി ഖബ്ല ദിക്രിഹ, ഈ ശുബ്ഹത്ത് ഉദ്ധരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞു. മനുഷ്യന് അവന്റെ കിബർ മാറ്റിവെച്ചാൽ തന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കുക എന്നുള്ളത് നിസ്സാരമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ഈമാൻ മനസ്സിലുറക്കാൻ, യഖീൻ ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മുടെ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അതൊരാൾ മറന്നാലോ, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് മറന്നാൽ കിബറുണ്ടാകും. കിബറിന്റെ ഫലമാണ് കുഫർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിച്ചു പോകട്ടെ, മാ അക്ഫറ, അവൻ എത്രമാത്രം വലിയ നിഷേധിയാണ്. എന്നിട്ട് ഈ നിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു പിന്നെ പറയുന്ന കാര്യം എന്താണ്? മിൻ അയ്യി ഷൈഇൻ ഖലഖ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മറന്നാൽ മനുഷ്യന് കിബറുണ്ടാകും, അവൻ നിഷേധിക്കും. എന്നാൽ എന്തിൽ നിന്നാണ് താൻ ഉണ്ടായതെന്ന് ചിന്തിച്ചാലോ, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു നുത്ഫയിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മറക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ തന്റെ സൃഷ്ടാവൻ നിഷേധിക്കുന്നത്. സൃഷ്ടാവൻ നിഷേധിക്കുന്നതുകൊണ്ടാണ് ആഖിറത്ത് നിഷേധിക്കുന്നത്. എന്തിൽ നിന്നാണ് നമ്മെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെ, അള്ളാഹു സൃഷ്ടിച്ച ഈ മനിയ്, ഈ പിന്നെ ബീജം എന്ന് പറയുന്നത്, അത് കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കോടിക്കണക്കിന്, വലിയൊരു സംഖ്യ, കോടികൾ വരുന്ന ഒരു സംഖ്യ, അതിൽ ഒന്ന് മാത്രമായിരുന്നു നമ്മുടെ സൃഷ്ടിക്കുള്ള സാധ്യത. അതിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്ത് സൃഷ്ടിക്കാൻ റബ്ബിന് സാധിച്ചുവെങ്കിൽ ഈ സൃഷ്ടികർമ്മം ആവർത്തിക്കുക എന്നുള്ളത് അവന് നിസ്സാരമാകുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത് പറഞ്ഞത്. പിന്നീട് എന്ത് പറഞ്ഞു? രണ്ടാമത് വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് നിരുമ്പിയ ശേഷം അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത്? ഖുൽ യുഹ്യിഹ അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ തവണ സൃഷ്ടിച്ചവൻ, അവന് അതിന് വീണ്ടും ജീവൻ നൽകാൻ സാധിക്കും എന്ന് രണ്ടാമത് ഈ ശുഭഹത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള സൃഷ്ടികളെ കുറിച്ചും ഇൽമുള്ളവനാകുന്നു, അറിയുന്നവനാകുന്നു. ആദ്യ തവണ സൃഷ്ടിക്കാൻ അവനറിയാം, സൃഷ്ടി ആവർത്തിക്കാനും അള്ളാഹുവിനറിയാം. അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ളത് അത് ആഖിറത്തിനുള്ള ഒരു ദലീലായി, ഹുജ്ജത്തായി അല്ലാഹു തആല ഉദ്ധരിക്കുന്നു, എടുത്തു പറയുന്നു. അപ്പൊ ഇതാണ് ഈ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി. അതിനുള്ള തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ തന്നെ വിവരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഇതിനെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഖുർആനിലെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ഈ മൂന്നിലൊരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എത്രമാത്രം നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മൾ വന്നത് അത് റബ്ബിന്റെ സൃഷ്ടിയായിക്കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്.
നമ്മൾ മടങ്ങുന്നത് നമ്മെ ഹിസാബ് ചെയ്യാനിരിക്കുന്ന, വിചാരണ ചെയ്യാനിരിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിലേക്കാണ്. ഏത് നമുക്ക് എത്രമാത്രം ബോധം ഉണ്ടോ, ഉറപ്പുണ്ടോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം നന്നാവുക. നമുക്ക് തോന്നും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ, നമുക്ക് ആർക്കും തർക്കമുള്ളതല്ലോ, മുസ്ലിമായ ഒരാളും നിഷേധിക്കുകയില്ലല്ലോ. ശരിയാണ്. പക്ഷെ ഈ കാര്യങ്ങളിൽ എത്രമാത്രം നമുക്ക് ഉറപ്പുണ്ട്, എത്രമാത്രം ഇത് നമ്മൾ ഓർക്കുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അമലുകൾ. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാനുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹു വിചാരണ ചെയ്യും. ആ വിചാരണ എന്ന് പറയുന്നത് ഒരു നിലക്ക് നോക്കിയാൽ എളുപ്പമാണ് അല്ലെ? അള്ളാഹു താല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ത് മാത്രമാണ്? അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നമുക്ക് ഹലാലാക്കി. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ ഫുഖഹാക്കൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഖാഇദ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അൽ അസ്ലു ഫിൽ അഷ്യാ അൽ ഹില്ലു വൽ ഇബാഹ. എല്ലാ വസ്തുക്കളിലും അടിസ്ഥാനപരമായ നിയമം എന്താണ്? ഇബാഹത്താണ്. അതൊക്കെ ഹലാലാണ് എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങളും ഹലാലാണ്. തിന്നാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ തിന്നാം, കുടിക്കാൻ പറ്റുന്നതൊക്കെ കുടിക്കാം, അതൊക്കെ ഹലാലാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴികെ. ഹറാമാക്കിയത് കുറവാണ്, ഹലാലാണ് കൂടുതൽ. എന്നിട്ട് നമ്മൾ ഈ ഹറാമ് തന്നെ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരാവാൻ തീരുമാനിച്ചാലോ അത് നമ്മൾ ചെയ്യുന്ന വലിയ അക്രമമാണ്, ദുൽമാണ്. നമ്മോട് തന്നെ നമ്മൾ ചെയ്യുന്ന ദുൽമാണ്. ഈ ലോകത്തുള്ള എല്ലാ പഴങ്ങളും അള്ളാഹു ഹലാലാക്കി. അതിന്റെ ഒക്കെ ജ്യൂസ് നമുക്ക് കുടിക്കാം, അതുകൊണ്ടുണ്ടാക്കുന്ന പാനീയങ്ങളൊക്കെ കുടിക്കാം. ഒരു കള്ള്, ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് ഹറാമാക്കി. അതുകൊണ്ട് ദുനിയാവിലും നമുക്ക് നഷ്ടം. ഉപദ്രവകരമായ വസ്തുക്കളാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ തീരൂ എന്ന് വാശി പിടിക്കുകയാണെങ്കിലോ അത് നമ്മൾ നമ്മോട് ചെയ്യുന്ന ദുൽമാണ്, മനുഷ്യന്റെ ധിക്കാരമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളല്ലാത്ത മറ്റുള്ള ആളുകൾ, ഈമാനില്ലാത്ത ആളുകൾ, അവർ ഉത്തരം കിട്ടാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അത് ഇത്രയും ലളിതമായി അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ തെളിവുകൾ അവന്റെ കിതാബിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നു. എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. നമ്മുടെ മുന്നിൽ യാതൊരു ആശയക്കുഴപ്പങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഏത് ഘട്ടത്തിലും, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും വ്യക്തമായ കൃത്യമായ വീക്ഷണം അവന്റെ ജീവിതത്തെക്കുറിച്ചുണ്ടാകും. അല്ല, ചില ആളുകൾ പ്രായമാകുമ്പോൾ നിരാശരാകും. ചില ആളുകൾ രോഗങ്ങൾ വരുമ്പോൾ സ്വയം ശപിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു മുഅ്മിനാണെങ്കിലോ അവന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുള്ളത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ എപ്പോഴും വ്യക്തതയുണ്ടാകും. കാരണം അവന്റെ ജീവിത ലക്ഷ്യം അവന്റെ മുന്നിൽ വ്യക്തമാണ്. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ഉത്തരവാദിത്വം. അത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ ഇബാദത്തിന്റെ രൂപം മാറുന്നു എന്ന് മാത്രം. ഒരു മുഅ്മിൻ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അവന്റെ ജീവിതം എപ്പോഴും വ്യക്തതയിലായിരിക്കും. ഏത് സാഹചര്യം അവന്റെ മുന്നിൽ വന്നാലും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അവന്റെ ഉത്തരവാദിത്തം മാറുന്നു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്ഹു ദറാഉ ഫസബറ ഫകാന ഖൈറൻ ലഹു. ഖൈറുണ്ടായാൽ നന്ദി കാണിക്കും, ഷർറുണ്ടായാൽ സബർ കാണിക്കും. രോഗമുണ്ടായാലും ആരോഗ്യമുള്ള അവസ്ഥയിലായാലും ഏതവസ്ഥയിലായാലും അവന്റെ മുന്നിൽ അവന്റെ ലക്ഷ്യം വ്യക്തമാണ്, അവന്റെ ഉത്തരവാദിത്വം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവൻ യാതൊരു ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ കാര്യം ഇതാണ്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി. ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ചില ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പറയുന്നത്, അവിടുന്ന് വഫാത്താവാനായപ്പോ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രായമാകുന്നതനുസരിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നേരെ മറിച്ച് ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ബോധമില്ലാത്ത ഒരാളാണെങ്കിലോ അവനാകെ അങ്കലാപ്പിലായിരിക്കും. കാരണം ഈ ദുനിയാവിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ്. തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടിരുന്ന, ഏറ്റവും വലിയ സുഖമായി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലവർ നിരാശരായിരിക്കും. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ ഏത് സാഹചര്യത്തിലും അവന്റെ ജീവിതത്തിൽ വ്യക്തത ഉണ്ടായിരിക്കും, അവന്റെ ഉത്തരവാദിത്തത്തിൽ അവൻ തിരക്കിലായിരിക്കും. ഒരു ഹദീസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സൂറിൽ ഊതാൻ പോവുകയാണ് എന്ന് വരുമ്പോൾ കയ്യിലൊരു തൈ ഉണ്ടെങ്കിൽ അത്
കുഴിച്ചിടണം എന്നാണ് വിശ്വാസം പഠിപ്പിച്ചത്. കയ്യിലൊരു ചെടി നട്ടുപിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നട്ടുപിടിപ്പിച്ചിട്ട് മരിച്ചു പോവുക. ഇങ്ങനെയായിരിക്കും ഒരു മുഅ്മിന്റെ അവസ്ഥ. അത് ചെടി നടുന്നതിന്റെ ഫضല് പഠിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് അമലിന്റെ ഫضലാണ്, ഇബാദത്തിന്റെ ഫضലാണ്. ഏത് സാഹചര്യത്തിലും ഒരു മുഅ്മിൻ ഇബാദത്തിൽ മുഴുകണം. റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി എന്തിലാണ് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുന്നവനായിരിക്കും ഒരു മുഅ്മിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥകളിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.